ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടിയിലും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. ഞാനൊരു തീർത്തും അങ്ങനെ ഒരു പാർട്ടി രാഷ്ട്രീയത്തിലല്ല, അതിലൂടെ നമുക്ക് നേടാവുന്ന മനുഷ്യ നന്മ അത് മാത്രമാണ് എൻ്റെ എന്നത്തെയും ചിന്ത, എന്നത്തെയും ഒരു ലക്ഷ്യം അത് മാത്രമാണ്. അപ്പോൾ LDFൻ്റെ സീറ്റ് പിടിക്കുക എന്നതിലപ്പുറം ഇവിടെ വന്ന പോരായ്മകൾ നികത്തി എങ്ങനെ ഈ വാർഡിനെ നല്ലതാക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഉറച്ചപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അതേ ഉണ്ടായിരുന്നുള്ളൂ. അവസാന നിമിഷം വരെ ഉദ്വേഗഭരിതമായൊരു പോരാട്ടം. ഈ ഡിവിഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒന്നുകൂടി LDFന് മേൽക്കൈ വരുമായിരുന്നു. പക്ഷേ LDFൻ്റെ കേവല ഭൂരിപക്ഷത്തിന് തടയിട്ട സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ നേടിയത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. വിനിത സജീവാണ് അവിടെ വിജയിച്ചത്. അതും കേവലം 11 വോട്ടിനാണ്. അതും ഏറ്റവും അവസാനമായി തപാൽ വോട്ട് എണ്ണിയപ്പോഴാണ് അവരുടെ വിജയം ഉറപ്പിച്ചത്. ആ വിജയത്തെക്കുറിച്ച്, ആ ഉദ്വേഗഭരിതമായ നിമിഷത്തെക്കുറിച്ച് ഒക്കെ പറയാൻ ഇപ്പോൾ വിനിത സജീവ് കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു അവസാനം വരെ ഒരു അല്ലേ, നമ്മളൊരു ലോകകപ്പ് ഫൈനൽ ഒക്കെ കാണുന്ന ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആയിരുന്നു, അത്രയും ത്രില്ലിംഗ് ആയിരുന്നു തീർച്ചയായിട്ടും. പോസ്റ്റൽ വോട്ട് ഞങ്ങളുടെ വാർഡിൽ ലാസ്റ്റാണ് കൗണ്ട് ചെയ്തത്. അപ്പോൾ അതുവരെ 20 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പക്ഷേ ആ 20 വോട്ട് പോസ്റ്റൽ വോട്ട് ഒരു ആവറേജ് ഒരു 30-35 എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എങ്ങോട്ട് എന്നുള്ളത് എന്തും ആവാം. നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. കോൺഗ്രസ് ഓൾറെഡി പുറകിലായിരുന്നു, അതുകൊണ്ട് അവർ പിക്ചറിലില്ല. ഞങ്ങളും BJP UDF ആയിരുന്നു, LDF ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും 11 വോട്ട് ഞങ്ങൾക്ക് ഫേവറബിളായിട്ട് വന്നു. റിസൾട്ട് ഞങ്ങൾക്ക് ഫേവറബിളായിട്ട് വന്നു. ഒരുപാട് സന്തോഷം. ടെൻഷന് ഒരു നല്ല അവസാനം ഉണ്ടായി എന്ന് പറയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ആ ഒരു സമയത്ത് ഏറ്റവും അവസാനം BJP സ്ഥാനാർത്ഥികൾ പലരും വിജയിച്ചപ്പോഴും പുറത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. പക്ഷേ വിനീതയുടെ മുഖത്ത് എന്താവും എന്നുള്ളൊരു അല്ലേ, ആ ഒരു ആകാംക്ഷ ഇങ്ങനെ ഉണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. ആശങ്ക തന്നെയായിരുന്നു തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇത്രയും കുറച്ച് വോട്ടുകളിൽ നിന്നാണ് പിന്നെ ഒരു ഡിസിസീവ് ഒരു എണ്ണം വരേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വിളിച്ചവരോട് ഞാൻ പറഞ്ഞു, നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം, ഉറപ്പിച്ചിട്ട് മതിയല്ലോ എന്നുള്ള ഒരു ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ റിയലിസ്റ്റിക്കലി. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ എടുത്തു. 20 വോട്ടിൻ്റെ ലീഡിൽ നിന്ന് ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറിലധികം എടുത്തു. കാരണം വാർഡ് 13 പോസ്റ്റൽ വോട്ട് കൗണ്ട് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് അത്രയും നേരം എടുത്തു. അപ്പോൾ ആ 2 മണിക്കൂർ ഞാനായാലും ഫാമിലി ആയാലും വർക്കേഴ്സ് ടീമായാലും എല്ലാവരും നല്ല ടെൻഷനിൽ തന്നെയായിരുന്നു. പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അത് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വാങ്ങി എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരം എന്നിലൂടെ കിട്ടി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നന്ദി ഭഗവാൻ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായ ഒരു രാഷ്ട്രീയക്കാരില്ല, രാഷ്ട്രീയത്തിൽ വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ പിടിച്ചെടുത്തത് LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ്? അതെ, സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടിയിലും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. ഞാനൊരു തീർത്തും അങ്ങനെ ഒരു പാർട്ടി രാഷ്ട്രീയത്തിലല്ല, അതിലൂടെ നമുക്ക് നേടാവുന്ന മനുഷ്യ നന്മ അത് മാത്രമാണ് എൻ്റെ എന്നത്തെയും ചിന്ത, എന്നത്തെയും ഒരു ലക്ഷ്യം അത് മാത്രമാണ്. അപ്പോൾ LDFൻ്റെ സീറ്റ് പിടിക്കുക എന്നതിലപ്പുറം ഇവിടെ വന്ന പോരായ്മകൾ നികത്തി എങ്ങനെ ഈ വാർഡിനെ നല്ലതാക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഉറച്ചപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അതേ ഉണ്ടായിരുന്നുള്ളൂ. ആരെയും കുറ്റം പറഞ്ഞൊന്നും ഞാൻ തുടങ്ങുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ തെറ്റുകൾ, നമുക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാം, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാം. ഇതൊരവസരമാണ് എനിക്ക് മറ്റുള്ള തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ, അങ്ങനെ പ്രയോജനപ്പെടുത്താൻ മാത്രമേ തീരുമാനമുള്ളൂ. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു, മറ്റ് സംഘടനകളൊക്കെ ആയിട്ട്, അതായത് സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. മാത്രമല്ല നല്ലൊരു കലാകാരിയാണ്. ഇപ്പോഴും വരയൊക്കെ ഉണ്ടോ? വരയ്ക്കാറുണ്ട്. ഒരു മാസമായിട്ട് സമയം കിട്ടിയിട്ടില്ല, മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ. കാരണം ഞാൻ ദുബായിൽ IT ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അവിടെ നിന്നൊക്കെ പോകുന്ന ഒരു 8 വർഷമായിട്ട് കോഴിക്കോട് ജീവിക്കുമ്പോൾ എൻ്റെ സമയം എനിക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് വളരെ സെൽഫിഷായിട്ട് തീരുമാനിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ വായന, വര ഇതൊക്കെ കുറച്ച് മിസ് ചെയ്തു ഈ ഒരു മാസം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് അതിനുള്ള ഒരു സമയം കിട്ടും. അങ്ങനെ കണ്ടെത്തണം ഓരോരുത്തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഹോപ്പ്ഫുള്ളി ഞാൻ അതൊക്കെ തിരിച്ചു പിടിക്കും. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം? ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ട് ചെയ്യാൻ, ഒരുപാടുണ്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആവേശത്തിലുള്ളൊരു തീരുമാനം ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വാർഡിന് വേണ്ടി ഒരു വികസന പത്രിക പോലും ഞങ്ങൾ കൃത്യമായിട്ട് ഇറക്കിയിട്ടില്ല. കാരണം അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുക ഞങ്ങൾ. നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കാം. അതാണ് ഇപ്പോഴത്തെ പോളിസി. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലിസ്റ്റ് ചെയ്ത് ഈ ആഴ്ച തന്നെ അത് പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. എൻ്റെ ഒരു ബേസിക് ഒരു പേഴ്സണൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വെളിച്ചം വേണം എല്ലായിടത്തും. സ്ട്രീറ്റ് ലൈറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ. സ്ട്രീറ്റ് ലൈറ്റ് വേണം, നല്ല വെള്ളം, നല്ല വീടുകൾ, നല്ല വെളിച്ചം.
ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അജണ്ട. അതിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടിയായിട്ടും യോജിച്ചൊരു തീരുമാനം എടുക്കണം എന്നാണ് താല്പര്യം. എന്തായാലും ജനസേവന രംഗത്തും ജനപ്രതിനിധിയെയും തിളങ്ങാൻ പറ്റട്ടെ, വരെയും തുടരട്ടെ. ആശംസകൾ. ഓക്കെ. വിനീത സജീവാണ്, നല്ല കലാകാരിയാണ്. അതിലുപരി ജനങ്ങൾക്കിടയിൽ നേരത്തെ സാമൂഹ്യ പ്രവർത്തകയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ രാഷ്ട്രീയക്കാരെ ആയിരുന്നില്ല, ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.